ഹാഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റ് 2025 അവരുടെ ക്യാറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് admission.qsat.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പാസ്വേഡൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്. ദെൻ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും, അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത കോഴ്സുകളും അല്ലെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റുകളും ഒക്കെയാണ് നമുക്ക് എക്സാം എഴുതേണ്ടത്. സോ അഡ്മിറ്റ് കാർഡിൽ നമ്മൾക്ക് നമ്മുടെ എക്സാമിൻ്റെ ഒരു ടൈം ടേബിൾ ഉണ്ടാവും. അതായത് ഡേറ്റ് എന്നാണ്, ടൈം എപ്പോഴാണ്, രാവിലെ മാത്രമാണോ ഉച്ചയ്ക്ക് മാത്രമാണോ അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതേണ്ട കാര്യം അഡ്മിറ്റ് കാർഡിലുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കില്ല നിങ്ങളുടെ ഡേറ്റ് ആൻഡ് ടൈം. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കുറച്ച് ഇൻസ്ട്രക്ഷനുണ്ട്. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനും ക്യുസാറ്റ് വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചിലത് ഇത് സെയിം ആയിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും കാണുന്നത്, പക്ഷേ ഇതിൽ ഇത് തന്നേക്കണേയും കൊണ്ട് നമുക്ക് വായിച്ചൊന്ന് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോഗിൻ ചെയ്യണതിന് മുമ്പ് നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ഫോണിലാണെങ്കിൽ ഒന്ന് ലോഗിൻ ചെയ്തേക്കാം കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാണാതെ വിട്ടു പോകണ്ട, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ചിലതൊക്കെ കുഴപ്പമുണ്ടാവില്ല. ചില വെബ്സൈറ്റുകൾ നമ്മൾ അങ്ങനെ ലോഗിൻ ചെയ്താലാണ് എല്ലാം വ്യൂ ആവുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞേക്കുന്നത് ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ESഉം നിങ്ങൾ എടുത്തേക്കുന്ന കുട്ടികളാണെങ്കിൽ ടെസ്റ്റ് കോഡ് 104 ആണ്. അവർക്ക് രാവിലെ ഉച്ചയ്ക്ക് എക്സാം ഉണ്ട്. രാവിലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഉച്ചയ്ക്ക് ബയോളജി എന്നുള്ള രീതിയിൽ നമുക്ക് 2 സെഷനായിട്ട് എക്സാമുകൾ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം പറഞ്ഞേക്കുന്നത് നിങ്ങൾ ബിടെക്കും, അതായത് നിങ്ങൾ ബിടെക് പ്രോഗ്രാമുകളും അതിനുകൂടെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസോ അല്ലെങ്കിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ESO എടുത്തിട്ട് കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിൻ്റെ 101 എന്നുള്ള ടെസ്റ്റ് കോഡിനോടൊപ്പം തന്നെ ഈ ബയോളജിക്കൽ സയൻസിൻ്റെ അല്ലെങ്കിൽ ESൻ്റെ ബയോളജിയും കൂടി എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും അവിടെ 2 സെഷനായിട്ട് എക്സാം കാണിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുത്തേക്കനുസരിച്ചിട്ട് എക്സാം ടൈം വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും എക്സാം ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അഡ്മിറ്റ് കാർഡിൽ നോക്കുക. ഓക്കെ, ഇനി നമ്മൾ കീമൊക്കെ എക്സാം എഴുതാൻ പോയപ്പോൾ ഒരു വാലിഡ് ID പ്രൂഫും കൂടി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിലൊക്കെ ഉള്ള ഫോട്ടോ ആണെങ്കിൽ അത് പറ്റില്ല, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ IDയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ നിങ്ങളുടെ സ്കൂളിൻ്റെ ID കാർഡോ, ഇപ്പോൾ PG കുട്ടികളാണെങ്കിൽ കോളേജിൻ്റെ ID കാർഡോ, പിന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പിയല്ല, ഒറിജിനൽ പാസ്പോർട്ടാണ്, അതുപോലെ തന്നെ ആധാർ കാർഡ് ഓർ പാൻ കാർഡ്, ഇതൊക്കെ ഒറിജിനൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് ID പ്രൂഫായിട്ട്. ഇനി എനി ഓഫ് ദ എബോവ് ഗവൺമെൻറ് ഇഷ്യൂഡ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഡിജിറ്റൽ ഫോർമാറ്റ് ഷോൺ ഡയറക്ട്ലി ഫ്രം ദ ഡിജി ലോക്കർ. അപ്പോൾ ഡിജി ലോക്കർ ഫോട്ടോ പതിച്ച ID കാർഡ് ആയിരിക്കണം. നമ്മൾ എക്സാമിന് വന്നേക്കുന്ന ആളും നമ്മളും ഒന്നാണെന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ID കൊണ്ടുപോകണത്. സോ ഫോട്ടോ പതിച്ചതായിരിക്കണം, ആ ഫോട്ടോ ക്ലിയർ ആയിരിക്കണം. അത്യാവശ്യമെങ്കിലും നമ്മൾ കണ്ടാൽ മനസ്സിലാവണം കേട്ടോ. അതുകൊണ്ടാണ് ആധാറിൻ്റെയൊക്കെ ആധാർ ആണെങ്കിൽ അതിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് പറയുന്നത്. ഇനി നമുക്കറിയാം ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവിടെ പെർമിറ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഇത് കൊണ്ടുപോകാം കേട്ടോ. ഇനി നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡിൽ ചെറുതായിട്ടുള്ള എന്തെങ്കിലും മൈനർ സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലോ അഡ്രസ്സിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേക്കണം. മൈനറായിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ റേഷൻ കാർഡ് ഒരു ID പ്രൂഫായിട്ട് നമുക്ക് എടുക്കുന്നതല്ല എന്നുള്ളതും കൂടി ഓർക്കുക. ഇനി മാരീഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പേര്, അതായത് ചിലവർ ഹസ്ബൻഡിൻ്റെ പേര് കൂടെ ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അലൗഡ് ആണ്. പക്ഷേ അവർ ഗസറ്റഡ് ഓഫീസറിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള ഒരു ഇതോ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അഫിഡവിറ്റായിട്ട് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അതായത് മാരേജ് കഴിഞ്ഞ് നിങ്ങളുടെ പേരിൽ, സർട്ടിഫിക്കറ്റിൻ്റെ പേരിലും നിങ്ങളവിടെ കൊടുത്തേക്കുന്ന പേരിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അഡ്മിറ്റ് കാർഡിൽ വന്നേക്കുന്ന പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ.
ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐ ഡി പ്രൂഫ് ഒന്നുമില്ല എങ്കിൽ ഐ ഡി പ്രൂഫായിട്ട് വെബ്സൈറ്റിൽ നമുക്കൊരു ഇത് കിടപ്പുണ്ട്, ഒരു ഫോമാറ്റിൽ ഒരു ഫോം കിടക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് അവിടെ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് ഫില്ല് ചെയ്ത് സീലും സൈനും വെപ്പിച്ചിട്ട് എക്സാം ഹോളിൽ ഈ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് കൊണ്ടുവരാവുന്നതും ആണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, വെബ്സൈറ്റിലുണ്ട് അതിൻ്റെ ഇത് കേട്ടോ. നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഐ ഡി പ്രൂഫിൻ്റെ ആ ഫോമാറ്റ് വെബ്സൈറ്റിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അഡ്മിഷൻ ഈ ഒരു ഇത് കണ്ടോ, ഇതിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇവിടെ പറഞ്ഞേക്കണം. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുകയും കൂടി ആവശ്യമുണ്ട് കേട്ടോ. എക്സാം നന്നായിട്ട് എഴുതാൻ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.